ഒരു ദിവസം 10 മണിക്കൂർ, 12 മണിക്കൂർ, ചിലപ്പോൾ 14 മണിക്കൂർ വരെ വണ്ടി ഓടിക്കുന്ന ആളാണ് താങ്കൾ. വണ്ടി ഓടിക്കുമ്പോൾ അത്ര വേദന തോന്നാറില്ല, പക്ഷെ ഇറങ്ങിയ ഉടനെ നടക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഇത് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം പല ഡ്രൈവർമാരും കരുതുന്നത് എൻ്റെ ജോലി തന്നെയാണ്, അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് വണ്ടി ഓടിക്കുന്നതാണ് എൻ്റെ നടുവേദനയുടെ കാരണം എന്നാണ്. പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വേറെ ഒന്നാണ്. ഡ്രൈവിംഗ് നിങ്ങളുടെ നട്ടെല്ലിനെ നശിപ്പിക്കുന്നില്ല, ഡ്രൈവിംഗ് ചെയ്യുന്ന രീതിയാണ് നശിപ്പിക്കുന്നത്. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. 30 വർഷമായി KSRTC ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ, ഇന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ 5 കൊല്ലം മാത്രം ഒരു ടാക്സി ഓടിച്ച മറ്റൊരാള് MRI എടുത്ത് നോക്കുന്നു, അത് സർജറി വരെ എത്തി നിൽക്കുന്നു. എന്തുകൊണ്ട്? വണ്ടി രണ്ടുപേരും ഓടിക്കുന്നുണ്ട്, പക്ഷെ നട്ടെല്ല് ഒരുപോലെയല്ല. കാരണം പ്രോബ്ലം ഡ്രൈവിംഗ് അല്ല, ഡ്രൈവിങ്ങിന്റെ പാറ്റേൺ ആണ്. നിങ്ങളുടെ നട്ടെല്ലിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്നറിയാമോ? ചലനം അല്ലെങ്കിൽ മൂവ്മെന്റ്. പക്ഷെ ഡ്രൈവിംഗിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കിയാൽ, ഒരേ പൊസിഷൻ, ഒരേ മസിൽസ്, ഒരേ ലോഡ്, ഒരുപാട് നേരം, മണിക്കൂറുകളോളം. അതിന്റെ കൂടെ തന്നെ കേരളത്തിലെ റോഡുകളും അതിലുള്ള ഓരോ കുഴി, ഓരോ സ്പീഡ് ബ്രേക്കർ, ഓരോ ചെറിയ 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 വൈബ്രേഷൻസും ദിവസങ്ങളോളം, മാസങ്ങളോളം, ചിലപ്പോൾ അത് വർഷങ്ങളോളം നമ്മുടെ നട്ടിലിനെ സാരമായി ബാധിക്കാറുണ്ട്. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു തരാം. ക്ലിനിക്കിൽ വരുന്ന ഡ്രൈവേഴ്സിൽ ഞാൻ കണ്ടിരിക്കുന്ന മെജോറിറ്റിയിലും കാണുന്ന ഒരു തെറ്റുകൾ എന്താണെന്നറിയാമോ? ഒന്നാമത്തത്, ബ്രേക്ക് എടുത്താലും വണ്ടിയിൽ നിന്ന് ഇവര് ഇറങ്ങാറില്ല. 2, ചായ കുടിക്കും പക്ഷെ വെള്ളം കുടിക്കില്ല. 3, വാലറ്റ്, നമ്മുടെ പേഴ്സ് ബാക്കിലെ പോക്കറ്റിൽ വെച്ചോണ്ടാണ് ഇവര് വണ്ടി ഓടിക്കുക. ഓക്കെ. ഇനി 4, വേദന വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പെയിൻ കില്ലർ എടുക്കും. വേദന പോയാൽ പിന്നെയും ഇവരുടെ ബാക്ക് ടു ജോബ്. ഇതൊക്കെ വളരെ വളരെ ചെറിയ ചെറിയ ശീലങ്ങളൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ 10 വർഷം കഴിഞ്ഞ് ഇതിന്റെയൊക്കെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്കം വരുന്നത് നമ്മുടെ നട്ടിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കാം. ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ, നടുവേദന വന്നാല് പലരുടെയും ചിന്ത എന്ന് പറയുന്നത് ഡിസ്കിന് എന്തോ കംപ്ലൈന്റ് പറ്റിയെന്നാണ്. പക്ഷെ എല്ലാ ഡ്രൈവേഴ്സിനും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യുന്നവർക്കും ബാക്ക് പെയിൻ ഇല്ല, ഡിസ്കിന്റെ പ്രോബ്ലംസ് അവർക്കില്ല. ചിലപ്പോൾ മസിൽസിന്റെ ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ജോയിന്റിന്റെ ആയിരിക്കാം, ചിലപ്പോൾ ഹിപ്പിന്റെ ആയിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ കോർ മസിൽസ് വീക്ക് ആയതിൻ്റെതായിരിക്കാം. അതുകൊണ്ട് നമ്മൾ MRIയോ അല്ലെങ്കിൽ MRI മാത്രം നോക്കി നമ്മൾ ട്രീറ്റ്മെന്റ് ഒരിക്കലും തീരുമാനിക്കാൻ പാടില്ല. പേഷ്യന്റിനെ വേണം നമ്മൾ ചികിത്സിക്കാൻ, അല്ലാതെ റിപ്പോർട്ടിനെ അല്ല നമ്മൾ ചികിത്സിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ടാളുകൾക്ക് ഒരേപോലത്തെ MRI റിപ്പോർട്ട് ഉണ്ടെങ്കിലും ഒരാൾക്ക് വേദനയുണ്ട്, മറ്റൊരാൾക്ക് വേദന ഇല്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: അവരുടെ ശീലം എന്താണ്. അപ്പോൾ ആ ശീലത്തിന്റെ റൂട്ട് കോസിനെ മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? വേദന ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ഡ്രൈവിംഗ് തുടങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് സ്ട്രെച്ച് എക്സസൈസുകൾ ചെയ്യുക, സ്ട്രെച്ചസുകൾ ചെയ്യുക. ഇനി ഡ്രൈവിങ്ങിന്റെ സമയത്ത് ഒരു ബ്രേക്കുകൾ എടുക്കാനായിട്ട് നോക്കുക, ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കുക. ഡ്രൈവിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എങ്കിലും നമുക്കൊരു റിക്കവറിക്കായിട്ടുള്ള സമയം കൊടുക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ മതി കോർ സ്ട്രെങ്തൻ ചെയ്യാനും. ഇതൊന്നും വലിയ കാര്യമല്ല, ഇതൊന്നും ഒരു ലക്ഷറി അല്ല. പ്രൊഫഷണൽ ഡ്രൈവേഴ്സിന്റെ ശരീരം അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണ് ഇതെല്ലാം തന്നെ. കാരണം നിങ്ങളുടെ വെഹിക്കിളിന് എങ്ങനെയാണോ സർവീസ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിനും നട്ടെല്ലിനും ആ ഒരു സർവീസ് വേണം. ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെക്കുക: നമുക്ക് ടയർ മാറാൻ പറ്റും, വണ്ടിയുടെ എഞ്ചിൻ റിപ്പയർ ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ സീറ്റ് മാറ്റാൻ പറ്റും, അതിന്റെ കളർ മാറ്റാൻ പറ്റും, ഇതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ നട്ടെല്ലിനെ മാറ്റാൻ നമുക്ക് പറ്റില്ല. നിങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ വാഹനമല്ല, നിങ്ങളുടെ ശരീരമാണ്. അത് നമ്മളൊന്ന് സംരക്ഷിച്ചാൽ വർഷങ്ങളോളം ആത്മവിശ്വാസത്തോടെ നമുക്ക് ഡ്രൈവ് ചെയ്യാം, വേദനയില്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇനി കമന്റ് ബോക്സിൽ ഒരു കാര്യം മാത്രം ഒന്ന് എഴുതുക: ടാക്സി, ഓട്ടോ, ബസ്, ലോറി, കാറ്, ബൈക്ക്, നിങ്ങൾ ഏത് വെഹിക്കിൾ, ഏത് വണ്ടിയാണ് നിങ്ങൾ ഓടിക്കുന്നത്? അതോടൊപ്പം ഒരു ചോദ്യം കൂടി: ഡ്രൈവിംഗ് ചെയ്യുമ്പോഴാണോ കൂടുതൽ വേദന, അതോ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണോ വേദന? ഞാൻ ഓരോ കമന്റും വായിക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്ന ഡ്രൈവറിന് അല്ലെങ്കിൽ ആ കാറ്റഗറിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ ഒന്ന് സ്പെസിഫിക്കലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.